എലൻ മസ്കിനോട് ചോദിച്ച ചോദ്യത്തിന് AI റീപ്ലേസ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ AI അറിയാത്തവർ റീപ്ലേസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടിന്യൂസ്ലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഏത് കാര്യത്തിലാണെന്ന് അപ്ഡേറ്റ് ഇല്ലാത്തത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും പുതിയൊരു AI സോഫ്റ്റ്വെയർ ചിലപ്പോൾ ഡെവലപ്പ് ആയിട്ടുണ്ട്. നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ പഠിച്ചു വന്ന സിസ്റ്റത്തിനെ എതിർത്ത് പറയുന്നതിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമുക്ക് പറയല്ലാതെ നിർവാഹമില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സിലബസ് ലാസ്റ്റ് തവണ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് 2024 അതെപ്പോഴാ വെച്ചാൽ 4 വർഷത്തെ ഡിഗ്രി വന്നപ്പോൾ. അതും തന്നെ കംപ്ലീറ്റഡ് അപ്ഡേറ്റഡ് അല്ല. കാരണം 4ാമത്തെ വർഷം എന്താ ചെയ്യാന്നുള്ളത് യൂണിവേഴ്സിറ്റി ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. അതിൽ കുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഇന്റേൺഷിപ്പ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്റേൺഷിപ്പ് എങ്ങനെ കൊടുക്കും എന്നുള്ളത് കോളേജിന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇന്റർ കോളേജ് പ്രോഗ്രാമുകൾ, ഇന്റർ കോഴ്സ് പ്രോഗ്രാമുകൾ, ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഒന്നുമില്ല. പക്ഷേ സിലബസ് ഉണ്ടാക്കിന് അത് ഇംപ്ലിമെന്റ് ചെയ്തതാണ്. അതിൽ എനിക്കൊന്ന് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പൊ നമ്മളെ ഏറ്റവും ഒരു ഹോട്ട് ടോപ്പിക്കാണ് ക്യൂക്കോമേഴ്സ് എന്നുള്ളതൊക്കെ. നമ്മുടെ സിലബസിൽ ക്യൂക്കോമേഴ്സ് എത്തിയിട്ടില്ല. അപ്പോൾ ഇ കോമേഴ്സിൽ കിടക്കുക. ക്യൂക്കോമേഴ്സ് പോട്ടെ, നമ്മൾ 2025 ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ. നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പോയിട്ട് ലാബ് ഇതുവരെ കണ്ടുക്കണോ? ഇല്ല. ഇപ്പോഴും പഠിപ്പിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ 24 മുമ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് 21, അതിന് മുമ്പ് 18. ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ കഴിഞ്ഞ 8 വർഷത്തിൻ്റെ ഇടയിൽ 2 തവണ മാത്രമാണ് യൂണിവേഴ്സിറ്റിൻ്റെ സിലബസ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 8 വർഷത്തിൻ്റെ ഉള്ളിൽ മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിച്ചു? ഒരുപാട് കംപ്ലീറ്റ്ലി റീമേജ്. അതായത് ബിസിനസ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ പോയി. പണ്ട് ക്യാപിറ്റലിൽ മാത്രം ബിസിനസ് ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് ഇന്ന് ക്യാപിറ്റൽ 2ാമത് പോയി. അത് ബിസിനസ് ഐഡിയ, മാർക്കറ്റിംഗ്.